അങ്ങനെ നമ്മുടെ ടാക്സി ചേട്ടൻ എന്നെയും കൊണ്ട് നേരെ വണ്ടിയിലേക്കാണ് കൊണ്ടുപോയത്. നമ്മുടെ ടാറ്റ ഇൻഡിക്കയായിരുന്നു വണ്ടി. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ 100 രൂപയെ വാങ്ങിച്ചുള്ളൂ. ഏകദേശം 3 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ കുഴപ്പമില്ല. അങ്ങനെ നമ്മളെ ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്ക് അദ്ദേഹം എത്തിച്ചിരിക്കുകയാണ്. ഇതാണ് ഡിണ്ടിഗൽ ബസ് സ്റ്റാൻഡ്. നേരെ അങ്ങോട്ടേക്ക് പോയി ഒരു ചായക്കട കണ്ടു. നല്ല വറുത്ത പലഹാരങ്ങളൊക്കെ കണ്ടു. പക്ഷേ ഒന്നും കഴിക്കാനായിട്ട് ആദ്യം ഒന്ന് മടിച്ചുവെങ്കിലും ഞാനൊന്ന് ട്രൈ ചെയ്തു. പിന്നെ നല്ലൊരു കോഫിയും കുടിച്ചു. അണ്ണ ശർക്കര കൊഞ്ചം മതി എന്ന് പറഞ്ഞത് എൻ്റെ തമിഴിൻ്റെ പ്രശ്നമാണെന്നറിയില്ല. 2 കാപ്പിക്കുള്ള പഞ്ചസാര എന്തായാലും അദ്ദേഹം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ ടോയ്ലറ്റ്. മുകളിൽ വാട്ടർ ടാങ്ക് കണ്ടു. വെള്ളം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അതിൽ കയറിയത്. പക്ഷേ വെള്ളം എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. പിന്നെ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച കണ്ടു. അവിടെ 4 പേര്, അതിൽ ഒരാൾക്ക് മാത്രമേ കാഴ്ചയുള്ളൂ, ബാക്കി 3 പേർക്കും കാഴ്ചയില്ല. അവർ ആ മുന്നിൽ പോകുന്ന ചേട്ടൻ്റെയോടൊപ്പമാണ് നടക്കുന്നത്. അങ്ങനെ കിട്ടിയ ഒരു വണ്ടിയിലേക്ക് ഞാൻ കയറി. ആ ചേട്ടനോട് ചോദിച്ചു, നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? യെസ്, കയറിക്കോളാൻ പറഞ്ഞു. 8:45 നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം നമ്മുടെ താമരാക്ഷൻ പിള്ളയുടെ ഈ പറക്കും തളിക അതിനെ ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും. അപ്പം നമ്മുടെ സ്ഥലം വരെ 31 രൂപയാണ് ചാർജ്. ഏകദേശം 35 കിലോമീറ്ററും ഉണ്ട്. ആകെപ്പാടെ വണ്ടി ഈ ഒരു സ്റ്റോപ്പിൽ മാത്രമേ അവിടെ നിർത്തിയിട്ടുള്ളൂ. ഞാൻ കയറിയത് തമിഴ്നാടിൻ്റെ പച്ച കളറുള്ള ബസ്സിലാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് ഓർഡിനറി ബസ്സായിരിക്കുന്നു. പക്ഷെ അത് ഓർഡിനറി അല്ല, എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്റ്റോപ്പും കുറവാണ്. വണ്ടിക്ക് വലിയ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിലും വണ്ടിയുടെ സ്പീഡ് അപാര സ്പീഡ് തന്നെയാണ്. അതിൻ്റെ ഹോൺ ഒഴികെ ബാക്കി എല്ലാത്തിനും നല്ല സൗണ്ടാണ്. പിന്നെ പോകുന്ന വഴിക്ക് ഇതുപോലെയുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കേരവൃക്ഷം തിളങ്ങി നിന്ന നാട് എന്നാണ് കേരളം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തേക്കാൾ കൂടുതൽ ഇപ്പോൾ കേരവൃക്ഷങ്ങൾ തിങ്ങി നിറക്കുന്നത് ഈ തമിഴ്നാട്ടിലാണ്. കാരണം അദ്ദേഹത്തിന് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള നാളികേരത്തിൻ്റെ ലിസ്റ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാളികേരത്തിനുള്ള ഒരു പഞ്ഞവും ഇല്ല, എത്ര വേണമെങ്കിലും എഴുതിക്കോളൂ, ഇവിടെ ധാരാളം നാളികേരങ്ങളുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ ബത്തലഗുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാണ് ബത്തലഗുണ്ട. അവിടെ എത്തിയപ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ തമിഴിൽ നല്ല ഉശിരൻ പ്രസംഗം കേൾക്കാനായിട്ട് സാധിച്ചു. എവിടെ നിന്നാണ് ആ സൗണ്ട് വരുന്നതെന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ ഇലക്ഷൻ അടുക്കുന്നുണ്ട്. നമ്മളെപ്പോലെ പഞ്ചായത്ത് ഇലക്ഷൻ ആണോ എന്നറിയില്ല. ഇലക്ഷൻ അടുത്ത് വരുന്നുണ്ട്. അപ്പം ഇവർക്ക് തന്നെ വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ ഇതാക്കുന്നത്. അവിടെ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞത് അവിടെ മെയിൻ ഇലക്ഷൻ വരുമ്പോൾ ഒരു വോട്ടിന് ഏകദേശം 5000 രൂപ വരെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആ തമിഴ്നാട്ടിലുള്ള ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ 5000 രൂപ തന്നിട്ട് അവർക്ക് തന്നെ വോട്ട് കൊടുക്കുമെന്ന് എന്താണ് ഉറപ്പ്? അവർ പറഞ്ഞു, മക്കൾ നമ്പിക്കൈതാണ്. അപ്പോൾ അതായത് അവർക്ക് വിശ്വാസമുണ്ട്, അവരൊരിക്കലും മാറ്റി കുത്തില്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ 5000 മേടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് കുത്തുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മൾ എത്തേണ്ട സ്റ്റോപ്പ് എത്തി. ഇതാണ് ബത്തലഗുണ്ട. ബത്തലഗുണ്ട ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ 1 മണിക്കൂർ യാത്ര ചെയ്ത് ഡിണ്ടിഗലിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ ബത്തലഗുണ്ടയിലെ കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.